നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ മെമ്മോയിസേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കുക. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആഡ്. ഈ ഫംഗ്ഷൻ 2 നമ്പേഴ്സിന് ഇൻപുട്ടായിട്ട് മേടിക്കും. എന്നിട്ട് ആഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. console.log result return result. ഇവിടെ എ ബി എന്ന് പറഞ്ഞ 2 നമ്പേഴ്സിനെ ആഡ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് മേടിക്കുന്നു. a+b ചെയ്യുന്നു, റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. ആഡ് 1 2. ആഡ് 1 2 എന്ന് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഫംഗ്ഷൻ കോളായി. എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 2ഉം. a+b ചെയ്തു, 1 + 2 ചെയ്തു, 3. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 3 കിട്ടി. ഞാൻ രണ്ടാമത് ഈ സെയിം ഫംഗ്ഷനെ സെയിം ഇൻപുട്സും കൊണ്ട് കോൾ ചെയ്യാണ്. അന്നേരവും നമുക്ക് ഔട്ട്പുട്ട് 3 ആയിട്ട് കിട്ടി. ആദ്യത്തെ തവണ ഈ ഫംഗ്ഷനെ നമ്മൾ 1 2 വെച്ച് കോൾ ചെയ്തപ്പം ഇവിടെയുള്ള ഈ കമ്പ്യൂട്ടേഷൻ a+b എന്ന് പറഞ്ഞ ഈ കമ്പ്യൂട്ടേഷൻ നടന്നു. എന്നിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്തു. രണ്ടാമത് ഈ ഫംഗ്ഷനെ സെയിം ഇൻപുട്ടും കൊണ്ട് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ഈ സെയിം കമ്പ്യൂട്ടേഷൻ നടന്നു. എന്നിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്തു. ഇവിടെ ഈ കമ്പ്യൂട്ടേഷൻ സെയിം ഇൻപുട്സിന് 2 തവണ നടന്നു. ഇവിടെയുള്ള ഈ കമ്പ്യൂട്ടേഷൻ കുറച്ച് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഷൻ ആണെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കുന്ന ഒരു കമ്പ്യൂട്ടേഷൻ, എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഷൻ ആണെന്ന് വിചാരിച്ചോ. അന്നേരം ഓരോ തവണ ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോഴും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും ഒരേ ഇൻപുട്ടിന്. നമുക്ക് ഈ ഫംഗ്ഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇൻപുട്സ് വരുമ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. കോൺസ്റ്റ് ക്യാഷ്. ആദ്യത്തെ തവണ ഒരു ഇൻപുട്ട് വരുമ്പം ആ ഇൻപുട്ടിൻ്റെ റിസൾട്ട്, ഈ ഫംഗ്ഷൻ തരുന്ന റിസൾട്ട് നമ്മൾ ഈ ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കും. രണ്ടാമത് ആ സെയിം ഇൻപുട്ട് വരുമ്പോൾ ക്യാഷിൽ നിന്ന് നമ്മൾ ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. അതിലൂടെ നമുക്ക് ഈ കമ്പ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള ഈ a+b എന്ന് പറഞ്ഞ ഈ കമ്പ്യൂട്ടേഷൻ. നമ്മൾ ഈ ഒബ്ജക്റ്റിലോട്ട് ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും വെക്കുക. അന്നേരം കീ എന്തായിരിക്കും? ഈ ഫംഗ്ഷന്റെ ഇൻപുട്സ്. ഈ ഇൻപുട്സിനെ നമുക്കൊരു സ്ട്രിംഗ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. a+, കോമ+, b. നമ്മൾ ക്യാഷിലോട്ട് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ക്യാഷിൽ നിന്ന് റിസൾട്ടിനെ റിട്ടേൺ ചെയ്യുന്നു. ആഡ് 1 2 എന്ന് നമ്മൾ ചെയ്തപ്പോൾ ഈ ഫംഗ്ഷന്റെ ഇൻപുട്സ് 1 ഉം 2 ആണ്. 1, 2. കീ ആയിട്ട് ക്യാഷിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. അതിന്റെ വാല്യൂ, ഈ ഫംഗ്ഷന്റെ റിസൾട്ട് അതെന്താണ്? 3 ആയിരിക്കും. ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. രണ്ടാമത്തെ തവണ ആഡ് 1 2നെ കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? 1 ഉം 2ഉം ക്യാഷിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ക്യാഷിൽ നിന്ന് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുക.
ഔട്ട്പുട്ട് വിത്തൗട്ട് ക്യാഷ്. ഇവിടെ നമ്മൾ ആദ്യം ആഡ് 1 കോൾ ചെയ്യാണ്. എന്നാലും എന്താ സംഭവിച്ചേ? നമ്മളൊരു യൂണിക് കീ ക്രിയേറ്റ് ചെയ്തു 1,2. ഈ യൂണിക് കീ ക്യാഷിലുണ്ടോ എന്ന് നോക്കി. ഇനിഷ്യലി ക്യാഷിലൊന്നുമില്ല. അന്നേരം ഇവിടെ വന്നു A+B ചെയ്തു, 1+2 ചെയ്തു. അന്നേരം നമുക്ക് 3 കിട്ടി. എന്നിട്ട് അതിനെ നമ്മൾ ക്യാഷിലോട്ട് സ്റ്റോർ ചെയ്തു. 1,2 എന്ന് പറഞ്ഞ സ്ട്രിങ് കീ ആണ്. വാല്യൂ ആയിട്ട് 3 നമ്മൾ ക്യാഷിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിത്തൗട്ട് ക്യാഷ്, അതാണ് ഇവിടെ സംഭവിച്ചത്. ക്യാഷിൽ നിന്നല്ല നമ്മൾ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്തത്. ഇനി രണ്ടാം ആഡ് 1 കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സെയിം ഇൻപുട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് 1, 2. അന്നേരം യൂണിക് കീ ആയിട്ട് 1,2 നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ കീ ക്യാഷിലുണ്ടോ എന്ന് നോക്കി. അന്നേരം അത് ക്യാഷിലുണ്ട്. കാരണം ആദ്യത്തെ തവണ നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാഷിൽ. അതുകൊണ്ട് ഔട്ട്പുട്ടിനെ ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്തു. ഇതിലൂടെ നമുക്ക് ഇവിടെയുള്ള ഈ കമ്പ്യൂട്ടേഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. എന്താണ് മെമ്മോയിസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് കുറേ ഇൻപുട്സ് ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുക? ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നു, ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷന്റെ റിസൾട്ട്സ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്സിന് വരുന്ന റിസൾട്ട്സ് ഒരു ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ സെയിം ഇൻപുട്സ് വരുമ്പം നമുക്ക് ആ സേവ്ഡ് റിസൾട്ട്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഇവിടെയുള്ള ഈ കമ്പ്യൂട്ടേഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മോയിസേഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന്റെ ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിസൾട്ട്സിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഫ്യൂച്ചറിൽ ആ ഫംഗ്ഷനെ ആ സെയിം ഇൻപുട്സും കൊണ്ട് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിനെ ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. ആ സേവ് ചെയ്ത് വെച്ച റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. അതിനെയാണ് മെമ്മോയിസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് nsum എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ചെയ്യുക സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യായിരിക്കും. ലെറ്റ് s equal to 0 for let I equal to 0, I less than n, I plus plus. ഇവിടെ I less than n അല്ല, I less than or equal to n ആണ്. for I equal to 1 തൊട്ട് n വരെ, 1 തൊട്ട് n വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാണ്. nsum 5. console.log ഇവിടെ 1 തൊട്ട് 5 വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും ഈ ഫംഗ്ഷൻ ആഡ് ചെയ്തു. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 15 കിട്ടി. രണ്ടാമത് ഈ ഫംഗ്ഷനെ ഈ സെയിം ഇൻപുട്ടും കൊണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ കാൽക്കുലേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് 15 എന്ന് കിട്ടുന്നു. നമുക്ക് ഈ കാൽക്കുലേഷനെ അവോയ്ഡ് ചെയ്യണം സെയിം ഇൻപുട്ട് വരുമ്പോൾ. കാരണം എപ്പോഴും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം nsum of 5 ചെയ്തപ്പം ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് സെയിം ഇൻപുട്ടായി 5 കൊടുക്കുമ്പോൾ വീണ്ടും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
അന്നേരം അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അന്നേരം നമുക്ക് മറ്റൊരു ക്യാഷ് ക്രിയേറ്റ് ചെയ്യാം. ക്യാഷ് ടു ഈക്വൽ ടു ഒബ്ജക്റ്റ്. എന്തായിരിക്കും ഇതിൽ യുണീക്ക് കീ ആയിട്ട് വരിക? കോൺസ് യുണീക്ക് കീ ഈക്വൽ ടു n, ഫംഗ്ഷൻ്റെ ഇൻപുട്ട്. നമ്മൾ ഈ റിസൾട്ടിനെ ക്യാഷിലോട്ട് സ്റ്റോർ ചെയ്യും. ക്യാഷ് ടു ഓഫ് യുണീക്ക് കീ ഈക്വൽ ടു യെസ്, എന്നിട്ട് ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. ആദ്യ തവണ ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ നമ്മൾ എന്നിനെ കീ ആയിട്ട് ഈ ക്യാഷ് ടൂയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഈ കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ട് ആയിരിക്കും, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു. രണ്ടാമത്തെ തവണ ഈ സെയിം ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ നമ്മൾ യുണീക്ക് കീ ക്യാഷിലുണ്ടോ എന്ന് നോക്കും. ക്യാഷിൽ ഉണ്ടെങ്കിൽ ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്യും. ഞാനിവിടെ ഫ്രം ക്യാഷ് വിത്തൗട്ട് ക്യാഷ് ആദ്യത്തെ തവണ n സം ഓഫ് i ചെയ്തപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്തു, എന്നിട്ട് ആ റിസൾട്ട് റിട്ടേൺ ചെയ്തു. രണ്ടാമത്തെ തവണ നമ്മൾ ഈ ഫംഗ്ഷനെ ആ സെയിം ഇൻപുട്ടും കൊണ്ട് കോൾ ചെയ്തപ്പോൾ സേവ് ചെയ്ത് വെച്ച ആ റിസൾട്ടാണ് റിട്ടേൺ ആയത്. നമ്മൾ വീണ്ടും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തില്ല. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മോയിസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ടി ഒരു ക്യാഷ് യൂസ് ചെയ്തു, എൻസം എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ടി മറ്റൊരു ക്യാഷ് യൂസ് ചെയ്തു. ഒരു കോമൺ ക്യാഷ് രണ്ടെണ്ണത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അത്രയും ക്യാഷസും നമുക്ക് ആവശ്യം വരും. അന്നേരം നമ്മളോട് ഇൻ്റർവ്യൂർ പറയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ഈ ഫംഗ്ഷന് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണേലും വരും. ഒന്നെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ 3 ആർഗ്യുമെൻറ്റ്. ഇങ്ങനെ ഉള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് മെമ്മോയിസ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ കോൺസ് എഫ് ഈക്വൽ ടു മെമ്മോയിസ്. ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എഫ് എന്നാണ് ഞാൻ ആ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആഡ് തന്നെ ഇരിക്കട്ടെ. എഫ് ഓഫ് 1 2. അന്നേരം ആഡ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമുക്ക് മെമ്മോയിസ് ചെയ്യാൻ സാധിക്കണം. അതിനുശേഷം എഫ് ഓഫ് 1 2 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് ആഡിന് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണം. ആഡ് 1 2 എന്ന് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം 1ഉം 2ഉം ആഡ് ചെയ്തിട്ട് റിസൾട്ട് തരണം. രണ്ടാമത് ആഡ് 1 2 വരുമ്പോൾ ക്യാഷിൽ നിന്ന് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യണം. സിമിലർലി ഇവിടെയും എഫ് ഓഫ് 1 2 എന്ന് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം കമ്പ്യൂട്ടേഷൻ നടക്കണം. രണ്ടാമത് എഫ് ഓഫ് 1 2 എന്ന് ചെയ്യുമ്പോൾ ക്യാഷിൽ നിന്ന് ഔട്ട്പുട്ട് വരണം. ഇവിടെ എഫ് ഒരു ജനറിക് ഫംഗ്ഷനാണ്. ഇവിടെ എന്ത് വേണേലും വരാം. മെമ്മോയിസ് ഓഫ് ഇനി എൻ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 10 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ചെയ്യണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇൻ്റർവ്യൂർ നമ്മളോട് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ എഴുതും? അതായിരിക്കും നമ്മൾ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെമ്മോയിസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഈ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനെ ഇൻപുട്ടായിട്ട് മേടിക്കും. എന്നിട്ട് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫംഗ്ഷന് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും വരാം. ഞാൻ ആഡ് എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ആഡ് 1 2 ആഡ് എ ബി. റിട്ടേൺ എ പ്ലസ് ബി. മെമ്മോയിസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡിനെ ഇൻപുട്ടായിട്ട് മേടിക്കുന്നു, ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ഓഫ്
ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആർക്സ് എന്ന് പറഞ്ഞാൽ ഒരു അറയാണ്. അന്നേരം ഇങ്ങനെ 3 ഡോട്ട്സ് യൂസ് ചെയ്യുക, ആർക്സ് എന്ന് കൊടുക്കുക. സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, ആർക്സ് എന്ന് കൊടുക്കുക. അന്നേരം നമ്മൾ ആഡ് ഓഫ് അല്ലെങ്കിൽ ഫങ്ക് ഓഫ് 1 2 എന്നായിരിക്കും ചെയ്യുക ഈ ആഡിൻ്റെ കേസിൽ. നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. console.log f12. ഇവിടെ എന്താ സംഭവിച്ചത്? കോൺസ് f equal to memo is add. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഫങ്ക് എന്ന് പറഞ്ഞ ഈ വേരിയബിളിലോട്ട് പാസ് ചെയ്തു. അന്നേരം ഫങ്ക് എന്ന് പറഞ്ഞ ഈ വേരിയബിളിൽ ആ ഫംഗ്ഷൻ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്തു. ഇപ്പം ഇവിടെയുള്ള ഈ ഫംഗ്ഷന് ഫങ്ക് എന്ന് പറഞ്ഞാൽ ആടാണെന്ന് അറിയാം. എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് ഫങ്ക് എന്ന് പറഞ്ഞാൽ ആടാണെന്ന് അറിയാം. രണ്ടാമത് എഫ് ഓഫ് 1 2 എന്ന് ചെയ്തപ്പോൾ ആർസിലോട്ട് നമുക്ക് 1 2 അറേ ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഫങ്ക് എന്ന് പറഞ്ഞാൽ ആടാണല്ലോ, ആടിനെ കോൾ ചെയ്തു. ആടിനെ എങ്ങനെ കോൾ ചെയ്തേ? ആഡ് ഓഫ് 1 2. ഇവിടെ വീണ്ടും സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ അറയെ ഇങ്ങനെ പാസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പം നമ്മൾ ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ക്യാഷിംഗ് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് എപ്പം ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ ഈ കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ഇനി ഈ കമ്പ്യൂട്ടേഷനെ അവോയ്ഡ് ചെയ്യണം സെയിം ഇൻപുട്സ് വരുമ്പോൾ. അന്നേരം നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്. ഇവിടെയുള്ള ഓരോ ഫംഗ്ഷനും ഓരോ ക്യാഷ് ആയിരിക്കും. അതുകൊണ്ട് ക്യാഷ് നമ്മൾ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്നു. കോൺസ് ക്യാഷ് ഈക്വൽ ടു MD ഒബ്ജക്റ്റ്. ഇനി നമുക്ക് ഒരു യുണീക്ക് കീ ക്രിയേറ്റ് ചെയ്യണം. കോൺസ് യുണീക്ക് കീ ഈക്വൽ ടു നമുക്ക് കോമ ഉപയോഗിച്ച് ആർഗ്യുമെന്റ്സിനെ എല്ലാം ജോയിൻ ചെയ്യാം. console.log unique key 1,2 അതാണ് ഇവിടെയുള്ള യുണീക്ക് കീ. ഇനി ക്യാഷിലോട്ട് നമ്മൾ ആ യുണീക്ക് കീയും ഫംഗ്ഷൻ്റെ റിസൾട്ടും സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. യുണീക്ക് കീ ഓൾറെഡി ആ ക്യാഷിൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ക്യാഷിൽ നിന്ന് യുണീക്ക് കീ റിട്ടേൺ ചെയ്യുക. console.log output from cache. console.log output without cache. ഇപ്പം ഈ ഫംഗ്ഷൻ വർക്കിംഗ് ആയിരിക്കണം. console.log f12 ആദ്യത്തെ തവണ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? എഫ് ഓഫ് 1 2 എന്ന് ചെയ്തപ്പോൾ യുണീക്ക് ആയിട്ട് 1 2 കിട്ടി. അന്നേരം 1 2നെ ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ ഇവിടെ ക്യാഷിൽ സ്റ്റോർ ചെയ്തു. കീ ആയിട്ട് 1 2, വാല്യൂ ആയിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. കോൾ ചെയ്യുമ്പം 1 + 2 ചെയ്യും. അങ്ങനെ 3 എന്ന് കിട്ടി. ക്യാഷിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് രണ്ടാമത് ഈ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്തപ്പം ഔട്ട്പുട്ട് ക്യാഷിൽ നിന്ന് റിട്ടേൺ ചെയ്തു. ഇവിടെ ജസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെമ്മോയിസ് ഓഫ് ആഡ് നമ്മൾ ചെയ്യാണ്. അന്നേരം ഫങ്കിലോട്ട് ആഡ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ കോപ്പിയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ ഇൻപുട്സും അതിൻ്റെ ഡെഫിനിഷനും ഫങ്ക് എന്ന് പറഞ്ഞ ഈ വേരിയബിളിലോട്ട് കോപ്പി ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇവിടെ ഈ റിട്ടേൺ ചെയ്ത ഫംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷന് 2 കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നേ?
ഇവിടെയുള്ള ഈ ക്യാഷിൻ്റെ വാല്യൂവും പിന്നെ ഫങ്കിൻ്റെ വാല്യൂ നമ്മൾ എപ്പം ഈ ഫംഗ്ഷൻ യൂസ് ചെയ്താലും ഈ ക്യാഷിൻ്റെ വാല്യൂവും ഫങ്കിൻ്റെ വാല്യൂ ഇവിടെ റിട്ടേൺ ആയ ഈ ഫംഗ്ഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ക്യാഷിലോട്ട് യുണീക്ക് കീയെയും അതിൻ്റെ വാല്യൂവും നമ്മൾ ആഡ് ചെയ്തു. രണ്ടാമത്തെ തവണ ആ സെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എഫിന് അറിയാം ക്യാഷിൽ ആ യുണീക്ക് കീ ഉണ്ടെന്ന്. അതുകൊണ്ട് ക്യാഷിൽ നിന്ന് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ആയി എന്ന് മാത്രം അല്ല വിചാരിക്കേണ്ടത്. ഈ ഫംഗ്ഷന് ഈ ക്യാഷിനെയും ഫങ്കിനെയും ആക്സസ് ചെയ്യാൻ സാധിക്കും എപ്പോൾ യൂസ് ചെയ്താലും. ഈ ഒരു കൺസെപ്റ്റിനെ ജാവാസ്ക്രിപ്റ്റിൽ ക്ലോഷർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷന് എപ്പോഴും ഈ ക്യാഷിലോട്ടും ഫങ്കിലോട്ടും ആക്സസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ മെമ്മോയിസ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഫംഗ്ഷൻ സബ്സ്ട്രാക്ട് എ ബി റിട്ടേൺ എ മൈനസ് ബി. നമുക്ക് സെയിം ഇൻപുട്ട് തന്നെ ഈ ഫംഗ്ഷനും കൊടുക്കാം. ഈ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും നമ്മൾ മെമ്മോയിസ് ചെയ്യുക? കോൺസ് F2 ഈക്വൽ ടു മെമ്മോയിസ് സബ്സ്ട്രാക്ട് console.log F2 12 console.log F2 12. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഈ -1നെ റിട്ടേൺ ചെയ്തത് ക്യാഷിൽ നിന്ന് അല്ല. രണ്ടാമത്തെ തവണ 12നെ കോൾ ചെയ്തപ്പോൾ ക്യാഷിൽ നിന്ന് ആണ്. ഇവിടെ സബ്സ്ട്രാക്ട് യൂസ് ചെയ്യുന്ന ക്യാഷും ആഡ് യൂസ് ചെയ്യുന്ന ക്യാഷും ഡിഫറൻ്റ് ആണ്. ഇനി സപ്പോസ് ആർഗ്യുമെന്റ്സ് ആയിട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അറേസ് ഒക്കെയാണ് വരുന്നതെന്ന് വിചാരിച്ചോ. അന്നേരം ഈ യുണീക്ക് കീ കറക്റ്റ് ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഫംഗ്ഷൻ ചെയ്തതാണ്. ഈ ഫംഗ്ഷൻ ജസ്റ്റ് ഒരു അറേ ഇൻപുട്ട് ആയിട്ട് മേടിക്കുന്നു, ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷൻ ഗെറ്റ് ഫ്രൂട്ട്സ്. ഞാൻ ഈ ഫംഗ്ഷനെ മെമ്മോയിസ് ചെയ്യാൻ പോവാണ്. കോൺസ് F ഈക്വൽ ടു ഗെറ്റ് ഫ്രൂട്ട്സ്. ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് അല്ല, ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്ന് കൊടുത്തു. ഇങ്ങനെയല്ല ഇത് ചെയ്യണ്ടേ. ജസ്റ്റ് എ സെക്കൻഡ്. മെമ്മോയിസ് ആണല്ലോ ചെയ്യേണ്ടത്. മെമ്മോയിസ് ഓഫ് ഗെറ്റ് ഫ്രൂട്ട്സ് ചെയ്യും. അത് കഴിഞ്ഞ് എഫ് ഓഫ് ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്ന് ചെയ്തു. ഫ്രൂട്ട്സിൻ്റെ സ്പെല്ലിങ് റോങ് ആണ്. F of apple, orange, banana. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗെറ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ മെമ്മോയിസ് ചെയ്യാണ്. ഗെറ്റ് ഫ്രൂട്ട്സ് ഒരു അറേ ഇൻപുട്ടായിട്ട് മേടിക്കുന്നു, എന്നിട്ട് ആ അറേ ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നു.
ആദ്യത്തെ തവണ ഞാൻ അറേ ആയിട്ട് ഇതാണ് കൊടുത്തത്, ആപ്പിൾ ഓറഞ്ച് ബനാന. രണ്ടാമത്തെ തവണ അറേ ആയിട്ട് നമ്മൾ ഇതാണ് കൊടുത്തത്, ആപ്പിൾ കോമ ഓറഞ്ച് ആണ് ഫസ്റ്റ് എലമെന്റ്, പിന്നെ ബനാന. പക്ഷേ രണ്ടാമത്തെ തവണ ഈ ഫംഗ്ഷൻ കോൾ ആയപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഔട്ട്പുട്ട് ഇതായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്, ആദ്യത്തെ ഈ അറേ. കാരണം നമ്മളിവിടെ കൊടുത്ത ഈ യുണീക്ക് കീ അറേയിലെ എല്ലാ എലമെന്റ്സിനെയും കോമ വെച്ചാണ് ജോയിൻ ചെയ്തത്. അന്നേരം നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കേസിൽ ആപ്പിൾ കോമ ഓറഞ്ച് ഫസ്റ്റ് എലമെൻ്റായി വന്നുകൊണ്ട് ഈ ക്യാഷിന് മനസ്സിലാവുന്നില്ല ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ഡിഫറൻ്റ് ആണെന്ന്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക JSON.stringify എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടി, ആപ്പിൾ ഓറഞ്ച് ബനാന, ആപ്പിൾ കോമ ഓറഞ്ച് ദെൻ ബനാന. ഇത് ഓർത്ത് വെക്കണം. യൂണിക് ആയിട്ട് നമ്മൾ JSON.stringify ആയിരിക്കും ചെയ്യുക ആർഗ്യുമെന്റ്സിന്. ഇത് ഒബ്ജക്ട്സിനും വാലിഡ് ആണ്. ഇപ്പം അറേക്ക് പകരം ഒബ്ജക്റ്റ് ആയിരുന്നു ഇൻപുട്ട് എന്ന് വിചാരിച്ചോ, അന്നേരം ഒബ്ജക്റ്റിന് ഈ ഫംഗ്ഷൻ സൂട്ടബിൾ ആണ്. ഇപ്പം ഏതൊരു ഫംഗ്ഷനെയും നമ്മൾ എങ്ങനെ മെമ്മോയിസ് ചെയ്യാം എന്ന് പഠിച്ചു. ഇവിടെ മെയിൻലി ഓർത്തിരിക്കേണ്ടത് ഈ ക്യാഷ് ഓരോ ഫംഗ്ഷനും നമ്മൾ മെമ്മോയിസ് ചെയ്യുന്ന ഓരോ ഫംഗ്ഷനും ഡിഫറൻ്റ് ആണ്. പിന്നെ യുണീക്കി ആയിട്ട് JSON.stringify യൂസ് ചെയ്യുക. മെമ്മോയിസേഷൻ മെയിൻലി ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്സിന് വരുന്ന കറസ്പോണ്ടിങ് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഫ്യൂച്ചറിൽ ആ സെയിം ഇൻപുട്ട് ആ ഫംഗ്ഷന് വരുമ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഇതിലൂടെ നമുക്ക് കമ്പ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.